ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലുകളും ഒന്നിനൊന്ന് മികച്ചതാണ്. സീരിയലുകളിലൂടെ എത്തുന്ന ഓരോ താരങ്ങളെയും അത് ചെറുതും വലുതുമില്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഇടം നേടാറുമുണ്ട്. ഏഷ്യാനെറ്റിൽ വർഷങ്ങൾക്ക് മുൻപ് കുട്ടി താരങ്ങളായിട്ട് വന്ന പലരും ഇപ്പോൾ ഏഷ്യാനെറ്റിലെ തന്നെ നായികയും നായകനുമൊക്കെയായി അഭിനയിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഏഷ്യാനെറ്റ് അന്യഭാഷയിൽ നിന്നാണ് നടീനടന്മാരെ കൊണ്ടുവന്നത്. ഐശ്വര്യ റംസായി, നലീഫ് ജിയ തുടങ്ങിയവരൊക്കെ ഏഷ്യാനെറ്റിന്റെ ഹൃദയം പിടിച്ചുപറ്റിയ നടിമാരും നടന്മാരും ഒക്കെയാണ്. മൗനരാഗം എന്ന സീരിയലിലെ ഒട്ടുമിക്ക താരങ്ങളും അന്യഭാഷയിൽ നിന്നുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ വിജയകരമായി സംപ്രേക്ഷണം ചെയ്യുന്ന മറ്റൊരു സീരിയലാണ് മഴ തോരും മുൻപേ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും നെഞ്ചോട് ചേർത്താണ് മലയാളികൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സീരിയൽ കാണുമ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ആ സീരിയലിനോട് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായിരിക്കാം. എന്നാൽ പിന്നീട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഇഷ്ടം മാറുകയും ആ സീരിയലിന് ആരാധകരേറുകയും ചെയ്യാറുണ്ട്. ഏഷ്യാനെറ്റിൽ വിജയകരമായി സംപ്രേക്ഷണം ചെയ്യുന്ന മഴ തോരും മുൻപേയിലെ പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രങ്ങളിൽ ഒന്നാണ് കൃഷ്ണമോൾ എന്ന കൃഷ്ണജ. കൃഷ്ണമോളുടെ യഥാർത്ഥ പേരും അതുതന്നെയാണെന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. സീരിയൽ ചിത്രീകരണത്തിനായി താരം നിലവിൽ തിരുവനന്തപുരത്താണ്. ജാൻവി എന്നാണ് കൃഷ്ണജയുടെ യഥാർത്ഥ പേര്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജാൻവി ഇതിനോടകം ഡെക്സ്റ്റർ, റൈഫിൾ ക്ലബ്, ഡിസ്കോ, ശുക്രൻ അടക്കം 8ഓളം സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു. തനിക്ക് ജാൻവി എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ തന്നെ അറിയാത്തവർ കൃഷ്ണമോൾ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മുത്തശ്ശിമാർക്കും അമ്മുമ്മമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അമ്മയോട് പറയണം, ആ അലീനയൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ച് വിടരുത് എന്നൊക്കെ. ഇത് നല്ലൊരു വർക്കാണ്. ജോയ് സാറാണ് ഇതിന്റെ റൈറ്റർ. നല്ലൊരു വർക്കാണെന്ന് തോന്നിയത് കൊണ്ടാണ് ജോയിൻ ചെയ്തത്. ജോയ്സി സാറിന്റെ ഇതിനു മുന്നേയുള്ള സീരിയൽസ് ആണെങ്കിലും ഭയങ്കര ഹിറ്റാണ്. ഓവർ കാട്ടിക്കൂട്ടലുകൾ ഇല്ല എന്നതാണ് പ്രത്യേകതയെന്നും ജാൻവി പറയുന്നു. ജാൻവി മുരളീധരൻ എന്നാണ് കൃഷ്ണജിയുടെ യഥാർത്ഥ പേര്. കാസർഗോഡാണ് നാടെങ്കിലും അഭിനയത്തിൽ ശ്രദ്ധിക്കാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിനയ രംഗത്തേക്ക് ജാൻവി എത്തുന്നത്. ആദ്യം ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പ്രവീൺ എന്നൊരു ചേട്ടനുണ്ടായിരുന്നു. എൻ്റെ ഡാൻസ് ടീച്ചറെയൊക്കെ കാസ്റ്റ് ചെയ്ത ചേട്ടനാണ്. അപ്പോൾ ഞാൻ ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്നെ അങ്ങനെ പരിചയമായി ഇതിലേക്ക് വിളിച്ചു, സീരിയലിലേക്ക്. ഇപ്പോൾ ഈ സീരിയലിൽ തന്നെ ഞാനൊരു 8 മാസമായി. പഠനം മുടക്കാതെ മാസത്തിൽ 15 ദിവസം മുതൽ 30 ദിവസം വരെയാണ് സീരിയലിന്റെ ഷൂട്ടിംഗ്. ബാക്കി ദിവസങ്ങളിൽ സ്കൂളിൽ പോവുകയും സൈലം പോലുള്ള ഓൺലൈൻ ക്ലാസുകളിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുവെന്നും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയുണ്ടെന്നും 8ാം ക്ലാസ്സുകാരിയായ ജാൻവി പറയുന്നു.